ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ രാജ്നാഥ് സിംഗ് ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ധാരണയായ ശേഷമുള്ള ആദ്യ മന്ത്രിതല കൂടിക്കാഴ്ചയാണിത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയിലാകും SCO യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. SCO യോഗത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയേക്കും. റഷ്യൻ, മധ്യേഷ്യൻ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരെയും കാണും. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായിട്ടാണല്ലോ രാജ്നാഥ് സിംഗ് ഇന്ന് ചൈനയിലേക്ക് തിരിക്കുന്നത്. അതോടൊപ്പം എന്തെല്ലാം നിർണായക കാര്യങ്ങളിൽ കൂടി തീരുമാനമെടുക്കും എന്നാണ് കരുതേണ്ടത്? മേഖലയിൽ വല്ലാത്ത തരത്തിൽ അശാന്തി നിലനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ സംഘർഷത്തിലേക്ക് പാകിസ്ഥാനും ഇന്ത്യയും പോവുകയും ചെയ്തു. ചൈനയുടെ പരോക്ഷ പിന്തുണ പാകിസ്ഥാന് കിട്ടി എന്ന് നമുക്കത് മനസ്സിലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇരു രാജ്യങ്ങളിലെയും, ചൈനയിലെയും ഇന്ത്യയിലെയും പ്രതിരോധ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നുള്ളത് ശുഭോദർക്കമായ കാര്യമാണ്. കാരണം ഇന്ന് ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് തൊട്ടു മുന്നോടിയായി ഈ കൂടിക്കാഴ്ചയ്ക്ക് ചൈനയിലേക്ക് രാജ്നാഥ് സിംഗ് യാത്ര തിരിക്കും. നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ധാരണയായ ശേഷമുള്ള ആദ്യ മന്ത്രിതല കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുള്ള സംഭവമാണ്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, അംഗരാജ്യങ്ങൾക്കിടയിലെ ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ഈ SCO യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒക്ടോബറിൽ ഈ കസാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിലെ ബന്ധം സാധാരണ നിലയിൽ ആയിരുന്നു. അതിടയ്ക്ക് വെച്ച് ഈ പാക് ഇന്ത്യ യുദ്ധവുമായി ബന്ധപ്പെട്ട്, സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഉലച്ചിൽ സംഭവിച്ചോ, ചില സംശയങ്ങൾ പരസ്പരം ഉടലെടുത്തോ എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ആഗ്രഹിക്കുന്നത് അയൽക്കാരുമായുള്ള സമാധാനമാണ് എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ, കൂടിക്കാഴ്ചയിലൂടെ മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം പുറപ്പെടും രാജ്നാഥ് സിംഗ്. ശരി, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.